നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ചൊവ്വാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് എന്ന ഭാഗ്യത്തിനായി നന്ദി പറയാം. ഏത് സാഹചര്യമാണെങ്കിലും ആമേൻ വിളിച്ചു പറയണം, കർത്താവിൽ ഞാൻ ജയാളിയാണ്. ഇന്നത്തെ വചനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ദിവസം നിങ്ങൾ ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി മാസങ്ങളായി നിങ്ങൾ കേൾക്കുകയായിരിക്കാം. ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ കമൻറ്റുകൾ ഇടണം. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മ, തലമുറയുടെ ഉയർച്ച ഒരു വ്യക്തിക്ക് മോഷ്ടിക്കാൻ പറ്റത്തില്ല. ചിലരുടെ നടപ്പൊക്കെ കണ്ടാൽ തോന്നും, അയ്യോ എനിക്ക് അർഹതപ്പെട്ടതാ, ഇതെനിക്ക് കിട്ടുമോ, ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോവോ? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മക്കളാണ് ഞാൻ നിങ്ങൾ, കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിശാച് പറയും, ഞാനത് മോഷ്ടിക്കാൻ പോവാ, നിന്നെ ഞാൻ തകർക്കാൻ പോവാ. അവന് പറയാനേ പറ്റത്തുള്ളൂ, എൻ്റെ തലയിലെ എൻ്റെ ദേഹത്തെ ഒരു രോമം വീഴണമെന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അറിയാതെ സംഭവിക്കത്തില്ല. എനിക്ക് വേണ്ടി സ്വർഗീയ സൈന്യമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൂതന്മാരുണ്ട്. ഇന്നിത് കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നിൻ്റെ തലയിൽ ഒരു രോമം വീഴണമെന്നുണ്ടെങ്കിൽ കർത്താവ് അറിയാതെ സംഭവിക്കത്തില്ല. ഒന്നും നിനക്ക് നഷ്ടപ്പെടത്തില്ല. നിനക്ക് വേണ്ടി തന്നെ 100 വഴികൾ ചിന്തിക്കാത്ത അടഞ്ഞു പോയെന്ന് വിചാരിച്ചത് നിൻ്റെ മുമ്പിൽ 100 കണക്കിന് വഴികൾ ദൈവം തുറക്കാൻ പോവുക. നിൻ്റെ ബിസിനസ്സിനെ മാനിക്കാൻ പോവുക, നിൻ്റെ തലമുറയെ ദൈവം മാനിക്കാൻ പോവുക, നിൻ്റെ ജോലിയെ ദൈവം മാനിക്കാൻ പോവുക. ഈ ദിവസങ്ങൾ വലിയൊരു ഉയർച്ച ദൈവം നിൻ്റെ ജീവിതത്തിൽ തരാൻ പോവുക, വലിയൊരു പ്രമോഷൻ ദൈവം തരാൻ പോവുക. നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് തന്നെ ഉള്ളതാ. പിശാച് ബോഷ്ക്ക് പറയുന്നതാണ്, പിശാച് കള്ളനാണ്. വചനം പറയാണ്, കള്ളൻ വരുന്നത് അറക്കാനും മുടിക്കാനുമാ. യേശു വന്നത് സമൃദ്ധിയായ ജീവൻ തരാനാ. ഇന്ന് പകൽ ഇത് കേൾക്കുന്നവർ എൻ്റെ അകത്ത് വന്ന ഒരാളുണ്ട്, അവൻ്റെ പേര് യേശു എന്നാ പറഞ്ഞേ. എൻ്റെ അകത്ത് യേശു ഇരിപ്പുണ്ട്. അപ്പോൾ യേശു വന്നത് എന്തിനാ? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ്, സമൃദ്ധിയായ ജീവൻ തരാൻ വേണ്ടി. ഇന്ന് ഏത് മേഖലയിലാണോ നീ പ്രയാസപ്പെടുന്നത്, അവിടെ ഒരു സമൃദ്ധി കർത്താവ് തരാൻ പോവുക. നിന്നെ തീർക്കുമെന്ന് ആരാ പറഞ്ഞത്? തീർക്കത്തില്ല. നിന്നെ ഉയർത്താൻ തീരുമാനിച്ചത് മനുഷ്യനല്ല, ദൈവമാണ്. നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി അവസാന അധ്യായങ്ങളിൽ പൗലോസ് മെലീത്ത ദ്വീപിലേക്ക് കയറുന്നതിന് മുമ്പ് കപ്പൽ തീരാൻ പോവുക. പക്ഷെ രാത്രിയിൽ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ തലയിൽ ഒരു രോമം വീഴണമെന്നുണ്ടെങ്കിൽ ദൈവം അറിയണം, നീ തീരത്തില്ല. നിനക്കർഹതപ്പെട്ടത് നീ റോമിലെത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോമിലെത്തുക തന്നെ ചെയ്യും. ഒരു വഴിയും നിൻ്റെ മുമ്പിൽ അടയത്തില്ല. നിൻ്റെ ചില പരാജയ ഭീതികൾ, അയ്യോ ഞാൻ തീരാൻ പോവാ, തീരത്തില്ല. നിനക്ക് വേണ്ടി ഇതാ പുതിയ വഴി തുറക്കുകയാണ്. നിനക്ക് വേണ്ടി തന്നെ കർത്താവ് ചില അൺയൂഷ്വലായിട്ടുള്ള ചില വാതിലുകൾ കർത്താവ് തുറക്കുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് പകലത് ഏറ്റെടുത്തേ, കർത്താവിലൊന്ന് കണ്ടേ. പ്രിയമുള്ളവരെ, ദൈവവചനം പറയാണ്, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം പറയാണ്, മക്കളെങ്കിലോ അവകാശികളാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും. മക്കളെങ്കിലോ അവകാശികൾ. നോക്കിയേ, മക്കളാണ് പലപ്പോഴും ഭാരപ്പെടുന്നത്, മക്കളാണ് വിചാരപ്പെടുന്നത്. എപ്പോഴാ, അയ്യോ എനിക്ക് എൻ്റെ വല്ല നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ വല്ല നഷ്ടപ്പെട്ടു പോകുമോ, എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുമോ? മക്കൾക്കാ മുഴുവൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. മക്കളെങ്കിലോ അവകാശികളാവും. ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശിയും. ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ എനിക്കുള്ളൂ. ഇത് കേൾക്കുന്നവരോർക്ക് ഇവൻ എന്തൊരു അഹങ്കാരം. സ്തോത്രം. ചെറിയ അഹങ്കാരം ഉണ്ടെന്നേ വചനം അങ്ങനെ പഠിപ്പിക്കുന്നത്. മക്കൾക്കല്ലേ അപ്പൻ കാര്യങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ, നാട്ടുകാരെ ഏൽപ്പിക്കുമോ? മക്കളെ ഏൽപ്പിക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏൽപ്പിക്കുന്നത്. അതുപോലെ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കർത്താവ് നിന്നെ ഏൽപ്പിക്കാം. ആരും ചെയ്യാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ മേലാത്ത ചിലത്. അയ്യോ എനിക്ക് ബുദ്ധിമുട്ടാ അല്ല, നിന്നെക്കൊണ്ട് പറ്റും. യു ക്യാൻ, നിന്നെക്കൊണ്ട് പറ്റും. ദാവീദ് കഴിവുള്ളവനാ. എന്ന് പറഞ്ഞാൽ ശൗലോ, ശൗലിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ദൈവമാണ്. ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു. അതിന് മുമ്പ് 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 6-ാം വാക്യം, നിന്റെ മകനായ ശലോമോൻ
എൻ്റെ ആലയവും എൻ്റെ പ്രകാരങ്ങളും പണിയും. നോക്കിക്കേ, ദൈവം ഒരു ഉടമ്പടി ചെയ്യുകയാണ്, ദൈവം ഒരു വാഗ്ദത്തം പറയുകയാണ്. നിൻ്റെ മകനായ ശലോമോനിലൂടെ ഞാൻ ആലയം പണിയും. താൻ കേട്ടൊരു വാക്കുണ്ട്, ഞാൻ അവനെ എൻ്റെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ശലോമോൻ ദാവീദിൻ്റെ മകനാണ്, പക്ഷെ ദൈവം, യഹോവയായ ദൈവം പറയാണ്, ഞാൻ അവനെ എൻ്റെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എടാ, ആരെ കൊണ്ടും പറ്റത്തില്ലായിരിക്കും, നിന്നെ കൊണ്ട് ചിലത് സാധിക്കും. മക്കളെങ്കിലോ അവകാശികൾ. ആമേൻ. ദൈവത്തിൻ്റെ അവകാശിയും ക്രിസ്തുവിന് കൂട്ടവകാശികൾ. ഇവിടെ വചനം പറയാണ്, നിൻ്റെ മകനെ ഞാൻ എൻ്റെ പുത്രനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. ഞാൻ ഭാരപ്പെടണം. ആമേൻ. ക്രിസ്തുവിലായി ഞാൻ ഭാരപ്പെടണോ? എനിക്ക് ദൈവ പൈതലാകാനുള്ള അധികാരവും അവകാശവും ലഭിച്ചെങ്കിൽ, എടാ, എൻ്റെ അപ്പൻ ആരാന്നറിയാമോ? ഞാൻ തീരത്തില്ല, ഞാനൊരു അനുഗ്രഹമായിരിക്കും, ഞാനൊരു അനുഗ്രഹമാണ്. നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചത് ഇല്ല, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് നിനക്ക് തന്നെ ഉള്ളതാണ്. നഷ്ടപ്പെടത്തില്ല. ദൈവം വിളിച്ചതാണോ, ദൈവം സെപ്പറേറ്റ് ചെയ്താണോ, ഒരു വഴി ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ അവന് പിതാവായിരിക്കും. എന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും ഞാൻ പറയട്ടെ, എടാ, എനിക്കൊരു പിതാവുണ്ടെന്നേ. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള സുപുത്രൻ്റെ ആത്മാവിനെ തന്ന്, ആമേൻ, എന്നെ നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്ത് പിതാവായി ആമേൻ, ദൈവം, ആമേൻ, എനിക്ക് വേണ്ടി പിതാവായി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടണോ, ഭാരപ്പെടണോ, ഇല്ലയെന്ന് പറയണോ? ആമേൻ. ക്രിസ്തുവിന് കൂട്ടവകാശി, ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിന് കൂട്ടവകാശി. താഴോട്ട് പറയണ, അവൻ ഇന്ന് ചെയ്യുന്നത് പോലെ എൻ്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കും എന്ന് അരുളി ചെയ്തിരിക്കുന്നു. നോക്കിക്കേ, ആ സ്ഥിരത പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്തിൽ. നീ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവിൽ നടന്നാൽ, ആ സ്ഥിരത നിൻ്റെ ജീവിതത്തിൽ വന്നാൽ, ശൗലിനോട് പറയാണ്, ഞാൻ നിൻ്റെ രാജ്യത്വം സ്ഥിരമാക്കും. ആമേൻ. ഇന്നെന്നെ കേൾക്കുന്ന മുഴുവൻ പേരോടും പറയട്ടെ, നീ വീഴുവെന്നോ തീരുവെന്നോ ആരെങ്കിലും പറഞ്ഞു കാണും. നോ, നീ വീഴത്തില്ല. നീ എവിടെ തകരുമെന്ന് പറഞ്ഞോ, അവിടെ തന്നെ നിനക്ക് അർഹതപ്പെട്ട, ആമേൻ, വഴികൾ, വാതിലുകൾ, സീറ്റ് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില പൊസിഷനുകൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ഒന്ന് വിശ്വസിച്ചേ, കണ്ടേ, വിളിച്ചു പറഞ്ഞേ, കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. സ്ഥിരതയുള്ളവരായി നടന്നേ, കർത്താവിലൊന്ന് കണ്ടേ, എനിക്ക് വേണ്ടി പിതാവുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ മകനാണ്, പുത്രനാണ്. പുത്രനെങ്കിലും അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിന് കൂട്ടവകാശി. തീരത്തില്ല, തകരത്തില്ല. ആമേൻ. എനിക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കേണ്ട, നിനക്ക് വേണ്ടി തന്നെ കർത്താവ് ചില വഴികൾ തുറന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചൊവ്വാഴ്ച കർത്താവ് എന്നെ നിങ്ങളെയും, ആമേൻ, മകൻ എന്ന പദവിയിൽ, ആമേൻ, പലർക്കും അടഞ്ഞുപോയി കാണും വാതിൽ. ആമേൻ. നമുക്ക് വേണ്ടി പിതാവുണ്ടെന്നേ, എനിക്ക് വേണ്ടി, എനിക്ക് എൻ്റെ പിതാവുണ്ട്. പിതാവ് എനിക്ക് വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വാതിൽ തുറന്നതിനായി നന്ദി. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളെ നടത്തുന്നത് അങ്ങാണല്ലോ. അപ്പാ, പിതാവേ, അപ്പാ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിന് നന്ദി. കർത്താവെ, അങ്ങ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. ഈ ദിവസം ജയത്തിൻ്റെ ദിവസമാണ്. എനിക്ക് അർഹതപ്പെട്ടത് കർത്താവ് എനിക്ക് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നതിന് നന്ദി. ആർക്കും അത് അപഹരിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, പുതിയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അസാധ്യമെന്ന് പറഞ്ഞത് സാധ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ആ പുത്രനെങ്കിൽ അവകാശി, ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിന് കൂട്ടവകാശി. ആർക്കും തുറക്കാത്ത വാതിൽ കർത്താവേ, പിതാവേ, അങ്ങ് തുറന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എനിക്കൊരു പിതാവുണ്ട്. അങ്ങനെ വേണം നടക്കാൻ. എനിക്ക് ആരും ഇല്ലെന്ന് പറഞ്ഞല്ല നടക്കട്ടെ. എനിക്ക് പിതാവുണ്ട്. ഈ ലോകത്തിൽ എൻ്റെ അപ്പനോ അമ്മയോ എനിക്ക് വേണ്ടി ഒന്നും സ്വരൂപിച്ചില്ലെന്നല്ല പറയേണ്ടേ. എനിക്കൊരു പിതാവുണ്ട്. ആമേൻ. ആ പിതാവുണ്ടെങ്കിൽ എനിക്ക് വേണ്ട വഴിയും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. ടുഡേയ്സ് ബ്ലെസ്സിങ് വേർഡ് എന്ന ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഫോളോ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെയും
നമുക്ക് ഒരുമിച്ച് കാണാം. കർത്താവ് വലിയ അത്ഭുതം ചെയ്യട്ടെ. ഗോഡ് ബ്ലെസ് യു.